السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه وسلم تسليما كثيرا. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമസ്കാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം കാണിച്ചു തന്നോ അത് ഹദീസുകളിൽ എങ്ങനെയാണ് വിശദീകരിക്കപ്പെട്ടത്, പണ്ഡിതന്മാർ എങ്ങനെയാണ് അതിൻ്റെ ഷർത്തുകളും ഫർളുകളും പഠിപ്പിച്ചത്, റുക്നുകളും വാജിബുകളും സുന്നത്തുകളും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നത്, അത് പ്രകാരം പഠിക്കുകയാണ് നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ലക്ഷ്യം. റമളാനിൻ്റെ മുമ്പായിരുന്നു നമ്മൾ 3 ക്ലാസ്സുകൾ നമ്മൾ എടുത്തത്. കൂടുതൽ കേൾക്കാനും പറയാനും ജീവിതത്തിൽ പകർത്തുവാനും അത് മുഖേന 2 ലോകത്തും വിജയം വരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ്. നമ്മൾ എല്ലാ ദിവസവും 5 വക്ത് നമസ്കരിക്കുന്നു. അതിനു പുറമെ സുന്നത്ത് നമസ്കാരങ്ങൾ, അതിനു പുറമെ മറ്റുള്ള റവാത്തിബുകൾക്ക് പുറമെ തന്നെ മറ്റുള്ള സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കുന്നു. ഇതെല്ലാം പരിപൂർണമായി നിർവഹിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് പഠിച്ച് അറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത് നമസ്കാരത്തിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അത് നമസ്കാരത്തിൻ്റെ റുക്ന് ആണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. റുക്ന് ഇല്ലെങ്കിൽ നിസ്കാരമില്ല. റുക്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാജിബുകളാണ്. അത് കഴിഞ്ഞാൽ സുന്നത്തുകളാണ്. റുക്ന് എന്ന് പറഞ്ഞാൽ, ഞാൻ അതിന് ഉദാഹരണം പറഞ്ഞിരുന്നു, ഒരു ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിന്റെ അടിത്തറ, അതേപോലെ തന്നെ അതിൻ്റെ തൂണുകൾ, ഇതൊക്കെ ഇല്ലെങ്കിൽ ആ ബിൽഡിംഗ് ഇല്ല. അതുപോലെ തന്നെ അതിന്റെ മേൽക്കൂര, അതൊക്കെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതില്ലെങ്കിൽ പിന്നെ ബിൽഡിംഗ് ഇല്ല. നേരെ മറിച്ച് ആ ബിൽഡിങ്ങിൽ അതിന്റെ തറ, പിന്നെ ഫ്ലോറിങ്ങിന്റെ പണിയൊന്നും നടന്നിട്ടില്ല. എന്നാലും ഒരാൾക്ക് അതിൽ നിൽക്കാൻ പറ്റും, കുറച്ച് ബുദ്ധിമുട്ടിയിട്ടെങ്കിലും. അപ്പോ ആ ബിൽഡിംഗ് പരിപൂർണമാകണമെങ്കിൽ അതിനെന്തൊക്കെ വേണോ അതാണ് റുക്ന്, നെടുന്തൂണ് എന്ന് പറയാം. അതിന്റെ പ്രധാനപ്പെട്ട ഒഴിച്ചുകൂടാൻ പറ്റാത്തത്. എന്നാൽ അതിന് ജനലിന് പൊളി വെച്ചിട്ടില്ല, ഫ്ലോറിങ് ശരിയായിട്ടില്ല, നല്ല പ്ലാസ്റ്ററിങ് നടത്തിയിട്ടില്ല. അതൊക്കെ വാജിബുകൾ എന്ന് പറയാം. അതില്ലെങ്കിലും ജീവിക്കാൻ പറ്റും, പക്ഷെ കുറച്ച് പ്രയാസമായിരിക്കും. അത് കഴിഞ്ഞ് സുന്നത്തുകൾ, ആ വീടിന് നല്ല പെയിന്റ് അടിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ നന്നായിട്ട് അതിന് പിന്നെ ഇന്റീരിയർ വർക്കൊക്കെ നടത്തിയിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്, അതതിന്റെ സുന്നത്തുകളുമാണ് എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാകുന്ന രീതിയിൽ പറയാം. എന്ന് പറഞ്ഞ പോലെ നിസ്കാരത്തിലെ റുക്നുകൾ, അത് തക്ബീറത്തുൽ ഇഹ്റാമും റുക്ഊഉം സുജൂദും ഏതൊക്കെ നമ്മൾ പറയും. ഇത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിസ്കാരമില്ല. ഒരാൾക്കത് മറന്നു, നിസ്കാരത്തിന് റുക്ന് മറന്നുപോയി, ഏതെങ്കിലും റുക്ന് നഷ്ടപ്പെട്ടു പോയി, അയാൾ എന്ത് ചെയ്യണം? അയാൾ ഓർമ്മ വന്നാൽ ഉടനെ തന്നെ ആ റുക്നിലേക്ക് മടങ്ങണം, ഇല്ലെങ്കിൽ നിസ്കാരം പരിപൂർണ്ണമാവില്ല. ഒരാൾ 4 റക്അത്ത് നിസ്കാരം, അതിൽ ഏതെങ്കിലും ഒരു റക്അത്തിൽ 2 സുജൂദ് ചെയ്യുന്നിടത്ത് 1 സുജൂദേ ചെയ്തിട്ടുള്ളൂ എന്ന് മനസ്സിലായി, 2ാമത്തെ റക്അത്തിൽ 1 സുജൂദേ ചെയ്തിട്ടുള്ളൂ എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ ഒരു റക്അത്ത്, 2ാമത്തെ ആ റക്അത്ത് അതെന്താണ്? അത് ഡിലീറ്റഡ് ആണ്. ആ റക്അത്ത് സ്വീകരിക്കപ്പെടൂല. അപ്പൊ അയാൾ 1ാമത്തെ റക്അത്ത് ക്ലിയർ ആണ്, 2ാമത്തെ റക്അത്ത് പോയി, 3ാമത്തെ റക്അത്ത് 2ാമത്തെ റക്അത്തായി പരിഗണിക്കും. പിന്നെ അദ്ദേഹം 4ാമത്തെ റക്അത്ത് 3ാമത്തെ റക്അത്തായി പരിഗണിക്കും. പിന്നെ മൂപ്പര് വേറെ റക്അത്ത് നിസ്കരിക്കണം, എന്നിട്ട് മറവിയുടെ സുജൂദ് ചെയ്യണം. റുക്ന് ഇല്ലെങ്കിൽ ആ റക്അത്ത് തന്നെ മാറ്റി നിസ്കരിക്കണം എന്നർത്ഥം. അപ്പോ നമസ്കാരത്തിലെ റുക്നുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. നമസ്കാരത്തിന്റെ റുക്നുകൾ ഏതെങ്കിലും മനഃപൂർവ്വം ഒഴിവാക്കിയാൽ നിസ്കാരം ബാത്തിലാകും. അയാൾ വേറെ മാറ്റി നിസ്കരിക്കണം. എന്നാൽ റുക്നുകൾ അറിയാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ആ ഒരു റുക്ന് അറിയാതെ വിട്ടുപോയാൽ അയാൾ എന്ത് ചെയ്യണം? സലാം വീട്ടുന്നതിന് മുമ്പ് അത് എടുക്കണം, എന്നിട്ട് സഹവിന്റെ സുജൂദ് ചെയ്യണം. അതേപോലെ തന്നെ അതിന്റെ ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നിസ്കാരത്തിന്റെ വാജിബ്. ഏതൊക്കെ റുക്നുകൾ നമ്മൾ പറയും? വാജിബുകൾ
ഈ വാജിബുകൾ ഏതെങ്കിലും മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, ഒരാൾ വാജിബ് മനഃപൂർവ്വം ഒഴിവാക്കി, ഇപ്പൊ ഒന്നാമത്തെ അത്തഹിയ്യാത്ത് വാജിബാണ്, നേരല്ല എന്നുള്ള നിലക്ക് അയാൾ പെട്ടെന്ന് നിസ്കരിക്കാൻ വേണ്ടി ഒന്നാമത്തെ അത്തഹിയ്യാത്ത് നിർവഹിച്ചില്ല, അയാൾ നിസ്കാരം ബാത്തിലാണ്. എന്നാൽ ഒന്നാമത്തെ അത്തഹിയ്യാത്ത് അയാൾ മറന്നു. നമ്മളൊക്കെ സാധാരണ നമ്മളൊക്കെ ഇമാമിങ്ങൾക്ക് ഉണ്ടാകണം അല്ലേ, ഒന്നാമത്തെ റക്അത്ത് മറന്നു, അയാൾ എണീറ്റ് മൂന്നാമത്തെ റക്അത്തിലെത്തി ഫാത്തിഹ ഒക്കെ തുടങ്ങി. എന്നാൽ ഒന്നാമത്തെ അത്തഹിയ്യാത്തിലേക്ക് മടങ്ങണോ? നമുക്കെല്ലാവർക്കും അറിയാം മടങ്ങേണ്ട, അത് വാജിബാണ്. ഇനി എന്ത് ചെയ്യണം? അയാൾ അത് മാറ്റി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അയാള് സലാം കിട്ടുന്നതിന് മുമ്പായിട്ട് മറവിയുടെ സുജൂദ് ചെയ്താൽ മതി. ആ സുജൂദും മറന്നോ? ആ സുജൂദും മറന്നു വിചാരിച്ചു, എന്നാലും കുഴപ്പമില്ല, നിസ്കാരത്തെ ബാധിക്കൂല. മറവിയുടെ സുജൂദ് സുന്നത്താണ്. അതേപോലെ തന്നെ അപ്പോ മനഃപൂർവ്വം വിട്ടു കളയാൻ പാടില്ല. മറന്നുപോയി പിന്നെ ഓർമ്മ വന്നാൽ സഹവിന്റെ സുജൂദ് ചെയ്യാം. അപ്പൊ ഏറ്റവും പ്രധാനം റുക്കിനാണ്. ഈ റുക്കിന് നമ്മൾ ശരിക്ക് ഏതൊക്കെയാണ് നിസ്കാരത്തിലെ റുക്കിനുകൾ എന്ന് ശരിക്കും പഠിക്കണം, നമ്മളെ മക്കളെ പഠിപ്പിക്കണം. നിസ്കാരത്തെ അത് ബാധിക്കും. റുക്കിനില്ലെങ്കിൽ നിസ്കാരമില്ല. പിന്നെ വാജിബാണ്, പിന്നെ സുന്നത്തുകളാണ്. നിസ്കാരത്തില് ഒരുപാട് സുന്നത്തുകളുണ്ട്. ഈ സുന്നത്തുകൾ ഒരാൾ അറിയാതെ വിട്ടുപോയാലും മനഃപൂർവ്വം വിട്ടുപോയാലും നിസ്കാരത്തെ ബാധിക്കൂല. പക്ഷെ നിസ്കാരത്തിന്റെ ഭംഗി ഉണ്ടാവില്ല, പരിപൂർണമായ കൂലി ഉണ്ടാവില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അല്പം വിശദീകരിച്ചുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ശരി, അപ്പൊ ഏറ്റവും പ്രധാനം എന്താണ്? വാജിബാത്ത് അങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, നിസ്കാരം കഴിഞ്ഞല്ലോ. ഒരു റക്അത്ത് കൂടി നിസ്കരിച്ചിട്ട് വേണ്ട, പറ്റൂല. അപ്പൊ ഒരു റക്അത്ത് കൂടും. കാരണം ആ റക്അത്ത്, ആ ഇടയിൽ ഒന്നാമത്തെ അത്തഹിയ്യാത്തിന്റെ റക്അത്ത് അത് പരിപൂർണമാണ്. പിന്നെ നമ്മൾ വേറെ റക്അത്ത് കൂടി നിസ്കരിക്കുമ്പോൾ 5 റക്അത്ത്. മനസ്സിലായില്ലേ? ഒരു ഇമാമ് 4 റക്അത്ത് നിസ്കരിക്കേണ്ട നിസ്കാരം. ഈ ചോദ്യങ്ങൾ നമുക്ക് അവസാനത്താക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടാൽ അടുത്തതിൽ മറുപടി പറയാം നമുക്ക് ഇൻഷാ അല്ലാഹ്. ഒരു ഇമാമ് ഒരു ളുഹ്ർ നിസ്കരിക്കണം. അദ്ദേഹത്തിന് 4 റക്അത്ത് അയാൾ നിസ്കരിച്ചു. പക്ഷെ അയാൾക്ക് തോന്നുന്നു ഞാൻ 3 നിസ്കരിച്ചിട്ടുള്ളൂ. അങ്ങനെ അയാള് 5ാമത്തിലേക്ക് എണീറ്റു. പക്ഷെ എനിക്ക് ഉറപ്പാണ്. അപ്പൊ അയാൾ 5ാമത്തിലേക്ക് എണീക്കുമ്പോൾ നമുക്കൊക്കെ സംശയമായി. അപ്പൊ സംശയമുള്ളവരൊക്കെ എണീക്കും. പക്ഷെ എനിക്ക് ഉറപ്പാണ് 4 നിസ്കരിച്ചു, ഞാൻ എന്ത് ചെയ്യണം? അവിടെ ഇരിക്കണം. പണ്ഡിതന്മാര് പറഞ്ഞു, ഞാൻ എണീറ്റാൽ ളുഹ്ർ 5 റക്അത്ത് നിസ്കരിക്കും, അല്ലെങ്കിൽ 4 റക്അത്തുള്ള നിസ്കാരം 5 റക്അത്താവും. എന്റെ നിസ്കാരം ഫസാദായി പോകും. പറ്റൂല, എണീക്കാൻ പറ്റൂല, അവിടെ ഇരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ് എന്തിനാ പറഞ്ഞ്, 4 റക്അത്തുള്ള നിസ്കാരം 5 റക്അത്ത് പറ്റൂല. പക്ഷെ എനിക്ക് സംശയമുണ്ടെങ്കിൽ ഇമാമിന്റെ കൂടെ എണീക്കാം. പറഞ്ഞ മനസ്സിലായല്ലോ ഇൻഷാ അല്ലാഹ്. അപ്പോ പിന്നെ എത്ര റക്അത്താണോ ഉള്ളത് അത് നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്നർത്ഥം. ശരി, ഇനി ഇൻഷാ അല്ലാഹ് ഏതൊക്കെയാണ് നിസ്കാരത്തിന്റെ റുക്നുകൾ? ഏറ്റവും പ്രധാനപ്പെട്ട റുക്നാന്ന് പറഞ്ഞല്ലോ. ശരി, ഒന്ന് നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റുക്ന് നിന്ന് നിസ്കരിക്കുക എന്നുള്ളതാണ്. ഇത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഇന്ന് പലപ്പോഴും ആളുകൾ ലാഘവമാണ്. നടന്നിങ്ങോട്ട് വരിക, നന്നായിട്ട് നടക്കാനും കഴിയും, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് പ്രയാസപ്പെട്ട് നടന്നിട്ട് വന്നിട്ട് നേരെ കസേരയിലാണ്ടിരിക്കുക. അയാൾ ആരും പൊടിച്ച് താങ്ങി കൊടുന്നതല്ലോ, അയാൾ നടന്നിട്ടല്ലേ വന്നത്. എങ്ങനെ കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുക? നിസ്കാരത്തിൽ നിന്ന് നിസ്കരിക്കൽ നിർബന്ധമാണ്, നെടുന്തൂണാണ്. അപ്പൊ അയാൾക്ക് നിൽക്കാൻ എത്ര കഴിയുമോ അത്ര നിൽക്കട്ടെ. അയാളിപ്പോ നടന്നു വരാൻ തോക്കത്തുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഒരു ളുഹ്ർ നിസ്കാരാകട്ടെ, അതേപോലെ തന്നെ ചെറിയ നിസ്കാരങ്ങളൊക്കെ ആ റക്അത്ത് അയാൾക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾ നിൽക്കണം. ഇപ്പൊ നല്ല സുഖം, നല്ല കൈയും വെച്ച് ഹാൻഡ് റെസ്റ്റ് ഉള്ള കസേരമ്പിലാണ്ട് ഇരിക്കണം, ചാരിയാണ്ട് ഇരിക്കണം. അത് പറ്റൂല, നിസ്കാരം ശരിയാവൂല. കൈ സാധിക്കാത്തവനാണെങ്കിൽ പറ്റും, പക്ഷെ അയാൾ നടന്നു വന്നു. ഇനി വേണ്ട, അയാൾക്ക് കുറച്ചേരം നിൽക്കാൻ പറ്റും. പണ്ഡിതന്മാരെന്താ പറഞ്ഞു തരും? തക്ബീറത്തുൽ ഇഹ്റാം നിസ്കാരത്തിന്റെ റുക്നാണ്. 2ാമത്തെ റുക്ന് തക്ബീറത്തുൽ ഇഹ്റാം.
ഈ തക്ബീറത്തുൽ ഇഹ്റാം ഒരാൾക്ക് നിന്നിട്ട് ചെയ്യാൻ പറ്റുമെങ്കിലോ അതെങ്കിലും ചെയ്യട്ടെ. പറഞ്ഞു മനസ്സിലായോ? തക്ബീറത്തുൽ ഇഹ്റാം നിന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു, എന്നിട്ട് അയാൾക്ക് നിൽക്കാൻ കഴിയില്ല, എന്നിട്ട് ഇരുന്നോട്ടെ. ഇത് നേരെ വരിക, ഇരിക്കുക, തക്ബീറത്തുൽ ഇഹ്റാം കൊടുക്കുക. എത്രയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പിന്നെ എത്ര സൂക്ഷിക്കാൻ പറ്റുമോ, എത്ര അതിൽ സൂക്ഷ്മത പുലർത്താൻ പറ്റുമോ, ഏത് ഇബാദത്തുകളും അത്ര സൂക്ഷ്മത പുലർത്തണം. എത്ര നിൽക്കാൻ പറ്റുമോ അത്രയും നിൽക്കുക. കിയാമ മുഴുവൻ അയാൾക്ക് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ കിയാമിലൊക്കെ നിൽക്കട്ടെ. റുക്കുവും സുജൂദും അയാൾ ഇരുന്നോട്ടെ. ഇനി സുജൂദ് പറ്റും, സുജൂദ് ചെയ്യട്ടെ. കിയാമ പറ്റൂല, അല്ല ഇരുന്നോട്ടെ. വളരെ ഗൗരവമാണ്. ഇന്ന് ആൾക്കാര് പിന്നെ എന്തെങ്കിലും ഒരു കാലിനൊരു പരിക്ക് പറ്റിയിട്ടുണ്ടാവും, അപ്പൊ ഇരുന്നാണ് ശീലിച്ചു പല പിന്നെ നമ്മുടെ കാരണന്മാരായ ആളുകൾ. പിന്നെ കസേരയിൽ ഇരുന്നാണ് നിസ്കരിക്കണം. നേരെ വരെ ഇരിക്കുക, പുള്ളി ഇരുത്തമായിട്ട് നല്ല സുഖമാണ്, പക്ഷെ അത് ഗൗരവമാണ്, നിസ്കാരം ശരിയാവൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വല്ലി ഖായിമൻ ഫഇൻ ലം തസ്തതി ഫബിഖായിദൻ. നീ നിന്ന് നിസ്കരിക്കണം, സാധിക്കണില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിച്ചു. എത്ര നിൽക്കാൻ പറ്റുമോ, പണ്ഡിതന്മാര് പറഞ്ഞു എത്ര നിൽക്കാൻ പറ്റുമോ അത്രയും നിൽക്കുക. ഇപ്പൊ ഇശാ നിസ്കരിക്കണം, കുറച്ച് കൂടുതൽ ഓതി നിസ്കരിക്കും. സുബഹി നിസ്കരിക്കുകയാണ് അല്ലെ, കുറച്ച് കൂടുതൽ ഓതി നിസ്കരിക്കും. എത്ര നിൽക്കാൻ പറ്റുമോ അത്ര, ബാക്കി ഇരുന്നോട്ടെ. പ്രയാസപ്പെടണം എന്ന് പറഞ്ഞ അല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ ആ നടന്നു വന്ന ആള് ഇവിടെ നേരെ ഇരുന്നിട്ട് തക്ബീറത്തുൽ ഇഹ്റാം കട്ടി, അതുപോലെ ഒരു മിനിറ്റ് പോലും, ഒരു 30 സെക്കൻഡ് പോലും അയാൾ നിൽക്കണില്ലെങ്കിൽ അയാൾക്ക് നിൽക്കാൻ കഴിയും. അയാൾ അങ്ങാടിയിൽ നിൽക്കുന്നുണ്ട്, മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട്, വർത്തമാനം പറയാൻ നിൽക്കുന്നുണ്ട്, രാഷ്ട്രീയ ചർച്ചകൾക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് പറ്റൂല, നിസ്കാരം ശരിയാവൂല. ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, റസൂലേ എത്രത്തോളം അറിയാം ഇതിന്റെ ഗൗരവം? റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ നിന്ന് നിസ്കരിക്കണം എന്നുള്ള ഹദീസ് പറഞ്ഞപ്പോ ഒരു സഹാബി ചോദിച്ചു, അതാണ് റസൂലേ, ഞാൻ എന്റെ ബോട്ടിൽ തോണിയിൽ പോവുകയാണ്. ജസീറത്തിൽ അറേബ്യൻ ഉപദ്വീപിൽ ജീവിക്കുന്ന ആളുകളാണല്ലോ. ഞാൻ എന്റെ തോണിയിൽ പോകണം, അവർക്ക് നിൽക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ റസൂലുള്ള പറഞ്ഞു, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. റസൂലുള്ള ഈ നിസ്കരിക്കണം. അപ്പൊ നിൽക്കുമ്പോ ബാലൻസ് തെറ്റിയിട്ട് തോണി മറിയും എന്നാണെങ്കിൽ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇരുന്നു. ഇനി ബാലൻസ് തെറ്റിയിട്ടില്ലെങ്കിൽ നിൽക്കണം എന്നർത്ഥം. എത്ര ഗൗരവത്തോടു കൂടിയാണ് പഠിപ്പിച്ചത്. ബാലൻസ് തെറ്റണില്ല, ശരിക്കും അവിടെ നിൽക്കാൻ പ്രയാസമില്ലാതെ നിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തോണിയിലാണെങ്കിൽ, അന്നിപ്പോ അത്ര സംവിധാനമുള്ള തോണും ബോട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ ബാലൻസ് തെറ്റണില്ല, ശരിക്കും നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിന്ന് നിസ്കരിക്കണം. ബാലൻസ് തെറ്റും, തോണി മറിയും, ഈ മറിഞ്ഞു പോകും എന്നൊക്കെയാണെങ്കിൽ ബുദ്ധിമുട്ടണ്ട. ഇസ്ലാം എളുപ്പത്തിൽ നമുക്കാണ് ഇരുന്ന് നിസ്കരിച്ചു. അപ്പൊ അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ് നിന്ന് നിസ്കരിക്കുക. സാധിക്കണമെങ്കിൽ ഇരിക്കുക, അല്ലെങ്കിൽ സാധിക്കണമെങ്കിൽ എടുക്കുക. ആംഗ്യം കാണിച്ചാൽ മതി. ഇസ്ലാം എളുപ്പത്തിന്റെ മതമാണ്, പക്ഷെ ചുളിവിന്റെ മതമല്ല. എളുപ്പമുണ്ട്, ചുളിവില്ല. അതുകൊണ്ട് ഇത് എല്ലാവർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട വളരെ ഗൗരവമായ കാര്യമാണ്. അപ്പോ സാധിക്കുന്നവൻ നിൽക്കുക എന്നുള്ള എന്താണ്? സുന്നത്തല്ല, വാജിബല്ല, റുക്നാണ്. റുക്കിന് പോയാൽ നിസ്കാരം പോയ. രണ്ടാമത്തത് തക്ബീറത്തുൽ ഇഹ്റാം. തക്ബീറത്തുൽ ഇഹ്റാം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള തക്ബീറിനാണ് എന്ത് പറയാ? തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുക. നോക്കൂ, നമ്മൾ സാധാരണ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് നിസ്കാരത്തിലെ എല്ലാ തക്ബീറും തക്ബീറത്തുൽ ഇഹ്റാമാണ്. അല്ല, നമസ്കാരത്തിൽ ഏത് നിസ്കാരത്തിൽ ഒരു തക്ബീറത്തുൽ ഇഹ്റാം ഉണ്ടാവുള്ളൂ. നമ്മൾ സാധാരണ കുട്ടികളോട് ലോറിസ്കാരത്തിൽ എത്ര തക്ബീറത്തുൽ ഇഹ്റാം ഉണ്ട്, അപ്പൊ കുട്ടി ഇങ്ങനെ ആലോചിക്കും, 4 റക്അത്തിൽ എത്ര എണ്ണേക്കും. അല്ല, സുബഹിസ്കാരത്തിലാണെങ്കിലും ലോറിസ്കാരത്തിലാണെങ്കിലും പിന്നെ വിത്തറിലാണെങ്കിൽ വിത്തർ റക്അത്ത് നിസ്കരിക്കുള്ളൂ. അവസാനത്തത് അതിൽ ഒരു തക്ബീറത്തുൽ ഇഹ്റാം ഉള്ളൂ. എന്ത് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന തക്ബീർ. ഇഹ്റാം എന്ന് പറഞ്ഞാൽ ശരിക്കും ഹറാമാക്കൽ, ഹലാലായതിനൊക്കെ ഹറാമാക്കുക എന്നുള്ളതാണ്. ഈ ഇഹ്റാം ഹജ്ജിനും ഉംറക്കും ഇല്ലേ? നമുക്ക് സുഗന്ധം പൂശാം, ഭാര്യ ഭർത്ത സംസർഗത്തിൽ ഏർപ്പെടാം, അതേപോലെ തന്നെ തുന്നിയ വസ്ത്രം ധരിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ പറ്റൂല, ഹറാമായി. മനസ്സിലാണല്ലോ? നമുക്ക് തിന്നും കുടിക്കാം, കുടിക്കുക, വെള്ളം കുടിക്കുക, നടക്കുക, സംസാരിക്കുക, ഒക്കെ ചെയ്യാം. പക്ഷെ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചാൽ തീറ്റും കൂടിയും പറ്റൂല, സംസാരിക്കാൻ പറ്റൂല, കിബിലക്ക് നേരെ തിരിഞ്ഞത് മാറിക്കാൻ പറ്റൂല. അതാണ് തക്ബീറത്തുൽ. നമുക്ക് അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ നിസ്കാരത്തിൽ പറ്റൂല. അങ്ങനെ കാര്യങ്ങൾ ആ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന അതാണ് തക്ബീറത്തുൽ. ഒന്നാമത്തെ തക്ബീറാണ് തക്ബീറത്തുൽ ഇഹ്റാം. അപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് എന്താണ്? റുക്കനാണ്. ഒരാൾ അത് ചെയ്തില്ല, നേരെ വന്ന് റുകൂക്കാണ് ചേരി.
നേരെ വന്നിട്ട് തക്ബീറത്തുൽ ഇഹ്റാം ഒന്നുമില്ല, റുക്കൂക്കണ്ട് കയറി. നിസ്കാരം ഉണ്ടോ? നിസ്കാരമില്ല, വേറെ നിസ്കരിക്കണം. കാരണം റുക്കിനാണ് നഷ്ടപ്പെട്ടത്. ഒരു റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി, അഥവാ ഒരു റക്അത്ത് ഇമാമിന്റെ ഒപ്പം കിട്ടി ചുളിവ് കളിക്കാൻ വേണ്ടിയിട്ട് നേരെ റുക്കൂക്കണ്ട് കയറി. പടപടപടോന്ന് റൂതെടുത്ത് ഓടി വന്ന് റുക്കൂക്കണ്ട് കയറി. തക്ബീറത്തുൽ ഇഹ്റാം ഇല്ലെങ്കിൽ പറ്റൂല. തക്ബീറത്തുൽ ഇഹ്റാം ശരിക്ക് നിയ്യത്ത് ശരിയാക്കി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കിബിലക്ക് മുന്നിട്ട് നിന്ന് ചെയ്യേണ്ട കാര്യമാണ് തക്ബീറത്തുൽ ഇഹ്റാം. ശരി, മൂന്നാമത്തെ ഫാത്തിഹ പാരായണം ചെയ്യാം. മൂന്നാമത്തെ റുക്കൻ എന്താ? ഫാത്തിഹ ഉണ്ടാകണം. നമുക്കറിയാം ഫാത്തിഹ ഇല്ലാഞ്ഞ നിസ്കാരമില്ല എന്നാണ്. ഫാത്തിഹ ഇല്ലാഞ്ഞ റക്അത്തില്ല. പിന്നെ അവിടെ ഒരു ചർച്ച എന്താന്ന് ചോദിച്ചാൽ, ഇമാമ് റുകൂഇലാണ്, നമുക്ക് ഫാത്തിഹ ചൊല്ലാൻ സമയം കിട്ടുകയില്ല അല്ലേ? അപ്പോ പണ്ഡിതന്മാർ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കാണാം, മൻ അദ്റക റുകൂഅൻ ഫഖദ് അദ്റക റക്അ. ആർക്കെങ്കിലും റുകൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഫാത്തിഹ ഓതാൻ സമയം കിട്ടില്ല, റുകൂ ശരിയാവണ്ണം റുകൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുകൂയിലേക്ക് പോയാൽ മതി. ആ റക്അത്ത് പരിഗണിക്കപ്പെടും എന്നാണ്. ആ റക്അത്ത് പരിഗണിക്കപ്പെടും. ശരിക്കും റുകൂ കിട്ടണം. റുകൂന്ന് ഇമാമിന്റെ എണീറ്റിക്കണം. റുകൂലും ശരിക്കും കിട്ടിയില്ലെങ്കിൽ പറ്റൂല. എന്തിനാണ് ഈ ധൃതി കൂട്ടുന്നത്? നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രിയപ്പെട്ട റബ്ബിന്റെ മുമ്പിലുള്ള നൃത്താണ്. റബ്ബിന് എത്ര ഇഷ്ടമാണ് ആ നൃത്തം. പിന്നെ എന്തിനായി തിരക്ക് കൂട്ടണം? അതേപോലെ തന്നെ നമ്മൾ നമസ്കാരത്തിലേക്ക് ചെല്ലണ സമയത്ത് നമുക്കൊരു ഫാത്തിഹ ഓതാൻ സമയം കിട്ടില്ല. അപ്പോൾ അതിന് ഇമാം റുക്കൂക്ക് പോയി. അപ്പൊ നമ്മള് റുക്കൂ ഫാത്തിഹ ഓതുമ്പോത്തിന് ഇമാം എണീക്കും. റുക്കൂഹ് ഞാൻ പറയണ മനസ്സിലാണല്ലോ. നമ്മൾ ഫാത്തിഹ ചൊല്ലാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇമാം എണീക്കും എന്നുണ്ടെങ്കിൽ നമുക്ക് ഫാത്തിഹ ചൊല്ലാതെ തന്നെ റുക്കൂവിലേക്ക് പോകാം. ആദ്യം പറഞ്ഞ വിധി തന്നെ കിട്ടും. ഇനി അതല്ല, ഒരു വജ്ജഹത്തൊന്നും ചെല്ലാതെ ഔദു ബിസ്മി ചൊല്ലി ഒരു ഫാത്തിഹ കുറച്ച് സ്പീഡിൽ ചൊല്ലി റുക്കൂവിലേക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുകയും ചെയ്യും. കാരണം ഫാത്തിഹ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട്. വല്ലാഹു അഅലം. അപ്പോ ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞ്, കഴിവുള്ളവൻ നിൽക്കൽ റുക്കിനാണ്. രണ്ടാമത്തതാണ് തക്ബീറത്തുൽ ഇഹ്റാം. കാണുന്നുണ്ടല്ലോ അല്ലെ? മൂന്നാമത്തെ റുക്കൻ എന്താ? ഫാത്തിഹ പാരായണം. നാലാമത്തത് ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ സൂറത്ത് ഒരാൾ ചൊല്ലില്ല, പ്രശ്നമില്ല. ഈ റുക്കനല്ല, ഫാത്തിഹ കഴിഞ്ഞ് നേരെ റുക്കൂവിലേക്ക് പോയാൽ നിസ്കാരം എന്താണ്? റുക്കനൊന്നും നഷ്ടപ്പെടുന്നില്ല. അപ്പൊ അടുത്ത റുക്കൻ ഏതാ? റുക്കൂ ആണ്. ശരിയാവണ്ണം റുക്കൂ ചെയ്യാന്നുള്ളതാണ്. റുക്കൂവും സുജൂദും നമസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കർമ്മങ്ങളാണ്. ഒരു മനുഷ്യൻ, റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 60 വർഷം നിസ്കരിച്ചു. 60 വർഷം. ശരിക്കും മനസ്സിലായിക്കോളെ സഹോദരന്മാരെ. എന്നിട്ട് അയാൾ പരലോകത്ത് കൂലി വാങ്ങാൻ വേണ്ടി വരുന്ന സമയത്ത് അയാളുടെ റുക്കൂ ശരിയായിട്ടില്ല. റസൂലുള്ളാഹി പറയും, ഒന്നുകിൽ റുക്കൂ ശരിയായിട്ടില്ല, സുജൂദ് ശരിയായിട്ടുണ്ടാകാം. അല്ലെങ്കിൽ സുജൂദ് ശരിയായിട്ടില്ല, റുക്കൂ ശരിയായിട്ടുണ്ട്. ഏതൊക്കെയോ ഒന്ന് നഷ്ടപ്പെട്ടു. റുക്കൂവും സുജൂദിൽ നിന്നും എന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. റുക്കൂവും സുജൂദും ശരിയായിട്ടില്ലെങ്കിൽ അവന് പറയും വേണ്ട, അയാളുടെ ഒരു നമസ്കാരവും സ്വീകരിക്കപ്പെടുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റുക്കൂവും സുജൂദും പരിപൂർണമായിരിക്കണം. ഏറെ ശ്രദ്ധിക്കേണ്ട രണ്ട് റുക്നുകളാണ് റുക്കൂവും സുജൂദും. റുക്കൂവിന്റെ എല്ലാ രൂപവും അതിന് എങ്ങനെയാണ് ഇരിക്കേണ്ടത് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. അപ്പൊ റുക്കൂ പ്രധാനപ്പെട്ടതാണ്. ഇനി റുക്കൂയിൽ നിന്നും ഉയരുക. റസൂലുള്ളാഹി പഠിപ്പിച്ചൊരു ഉയരലുണ്ട്, ആ ഉയരലായിരിക്കണം. അപ്പോ റുക്കൂയിൽ നിന്നും ഉയരല്. അത് കഴിഞ്ഞാൽ പിന്നെ ഏതാ? ഇഅ്തിദാലാണ്. ഒരാൾ ഇഅ്തിദാൽ ശരിക്കും ചെയ്യണില്ല. ഇപ്പൊ നമ്മൾ ചില ഈ ഹനഫി ഇമാമിങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്ക്, ഇഅ്തിദാൽ ഉണ്ടാവില്ല, ഇങ്ങനെ വന്നിങ്ങനെയാണ് പോകലാണ്. അത് ശരിയല്ലല്ലോ. എല്ലായിടത്തും ഇത് നോക്കൂ നിങ്ങൾ. 13ാമത്തെ റുക്കൻ എന്താ? തുമഇനീനത്താണ്. ഓരോ റുക്കനുകളിലും അടങ്ങി ഒതുങ്ങി സമാധാനത്തോടു കൂടി നിൽക്കണം. റുക്കൂ കോഴി കൊത്തുന്ന പോലെ ആയാ പോരാ, സുജൂദ് കോഴി കൊത്തുന്ന പോലെ ആയാ പോരാ. എത്ര സമയം നിൽക്കണം? അതിൽ ഏറ്റവും ചുരുങ്ങിയ ഒരു പ്രാർത്ഥന ചൊല്ലാനുള്ള സമയം എത്രയാണോ അവിടെ നിൽക്കണം, അത്രയെങ്കിലും നിൽക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ നിസ്കാരം കണ്ടു. നിസ്കാരം കഴിഞ്ഞ ശേഷം വിളിച്ചു, ഇജ്ജ് നിസ്കരിച്ചിട്ടില്ല, വേറെ നിസ്കരിക്കുന്നതാണ്. അയാൾ പോയി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ ശേഷം വീണ്ടും വിളിച്ചു, ഇജ്ജ് നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇയ്യ് നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അയാൾ വീണ്ടും പോയി നിസ്കരിച്ചു.
വീണ്ടും പറഞ്ഞു. പിന്നെ അയാൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ഇങ്ങനെ അല്ലാതെ നിസ്കരിക്കാൻ അറിയില്ല. അപ്പൊ എന്താണ് അയാളുടെ നിസ്കാരത്തിന്റെ പ്രശ്നം? സ്പീഡാണ്, തുമഇനീനത്തില്ല, അഥവാ പിന്നെ സാവകാശം ചെയ്യണില്ല, ഒക്കെ പെട്ടെന്ന് പടപടയെന്ന് ചെയ്യാണ്. പറ്റൂല. നിസ്കാരത്തിന്റെ റുക്കിനാണത്. സുന്നത്തും ഫർളൊന്നല്ല. റുക്കോയിലും സുജൂദിലും ഇഅ്തിദാലിലും അതിനുള്ള സമയം നിൽക്കുക എന്നുള്ളത് നിസ്കാരത്തിന്റെ റുക്കിനാണ്. ക്ലിയർ ആണല്ലോ? ശരി, ഇനി നോക്കൂ. ഇഅ്തിദാൽ കഴിഞ്ഞ സുജൂദ് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടിമ ഏറ്റവും അടുക്കുന്ന സമയം ഏതാ? സുജൂദ്. ഏറ്റവും അടുക്കുന്ന സമയം ഏതാണ്? സുജൂദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് സുജൂദിൽ കൂടുതൽ, ഒറ്റക്ക് നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിലൊക്കെ കൂടുതൽ സുജൂദ് ദീർഘിപ്പിച്ച്. എന്താ സുജൂദിന്റെ റുക്കൂഇന്റെ പ്രത്യേകത? ഞാൻ നിസ്കാരത്തിന്റെ ഫദ്ല് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു, ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവന്റെ പാപങ്ങളെല്ലാം മുതുകത്ത് കൊണ്ടുവന്ന് വെക്കും. അവൻ ചെയ്ത പാപങ്ങളെല്ലാം അള്ളാഹു കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് എത്രയാണോ അവൻ റുക്കൂ ചെയ്യുന്ന സമയത്തും സുജൂദ് ചെയ്യുന്ന സമയത്തും അവന്റെ പാപങ്ങൾ മരം കരിയില പൊഴിക്കുന്ന പോലെ അതിങ്ങനെ പൊഴിഞ്ഞു വീണുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എത്ര സമയം സുജൂദ് നീട്ടാൻ പറ്റുമോ, റുക്കൂ നീട്ടാൻ പറ്റുമോ, അത്രയും നീട്ടട്ടെ. മനസ്സിലായില്ലേ? അതാണ് സുജൂദിന്റെയും റുക്കൂവിന്റെയും പ്രത്യേകത. അതിന്റെ അർത്ഥം ഇമാമിങ്ങൾ നീട്ടാൻ പറ്റുമോ? ഇമാമിങ്ങൾക്ക് ഒരു മുത്തവസ്സിത്തായ മധ്യമമായിട്ടുള്ള ഒരു നിലവാരമുണ്ട്. ഇമാമിനെ അങ്ങനെ നീട്ടി നിസ്കരിക്കാൻ പറ്റൂല. ഓരോ നിസ്കാരത്തിനും ഒരു കതിറുണ്ട്. ആ കതിർ തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹുവിനെ കുറിച്ച് പരാതി വന്നു. മുആദ് റളിയല്ലാഹുവിനെ ഭയങ്കര നീട്ടി നിസ്കരിക്കുന്നു. ഈ സമയത്ത് റസൂലുള്ളാഹി മുആദ് റളിയല്ലാഹുവിനെ വിളിച്ചു, മുആദ് അഫത്താനൻ അൻത യാ ബിലാൽ, ഇജ്ജ് ഫിത്നക്കാരനാണോ ബിലാലെ? ഗൗരവത്തോടു കൂടി പറഞ്ഞു. എന്തേ അദ്ദേഹം ചെയ്തത്? നിസ്കരിച്ചിട്ടില്ലുള്ളൂ. പക്ഷേ സമൂഹവുമായി ഖൗമിന് ജമാഅത്ത് ഇമാമായി നിസ്കരിക്കുന്ന സമയത്ത് എന്തായിരിക്കണം? മുത്തവസ്സിത്തായി നിസ്കരിക്കണം. പിന്നെ എപ്പോ നീട്ടാം? ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ. ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ സുജൂദ് കിടന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് റുക്കോയിലും സുജൂദിലും ഒക്കെ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത്. ആ സമയം എത്ര മിനിറ്റുകൾ സുജൂദിലും റുക്കോയിലും കിടക്കോ, പാപങ്ങൾ അങ്ങനെ പുറത്തുകൊണ്ടേയിരിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ എന്തിനാ നമ്മൾ കോഴി കൊത്തുന്ന പോലെ നിസ്കരിക്കണം? ഇമാം ഒരു 4 സെക്കൻഡ് ഏറെ സുജൂദിലും റുക്കോയിലും കിടന്ന നമുക്ക് മനസ്സിൽ പേരായി പറയല, എന്തായി ചങ്ങായി എണീക്കാത്ത? അതിന്റെ അടുത്ത് ഇമാമിങ്ങൾ കുറെ നീട്ടണം എന്നല്ല, ഒരു സുജൂദും റുക്കൂനും അത്ര പ്രാധാന്യമുണ്ട്. നിസ്കാരത്തിലെ ഹൈലൈറ്റ്സുകളാണെന്ത്? സുജൂദും റുക്കൂനും. അത്ര അധികം പാപങ്ങൾ പൊറുക്കപ്പെടുന്ന വേറൊന്നുമില്ല. പ്രാർത്ഥിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റക്ക് ഫർദ് നിസ്കരിക്കാൻ പാടില്ല. ഒറ്റക്ക് ഫർദ് നിസ്കരിക്കുന്ന സമയമാണെങ്കിൽ എത്ര നീട്ടാ എത്രയും പ്രാർത്ഥിക്കാം. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ എത്രയാണോ ഇമാമ്, നിങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞതിന്റെ ശേഷം ഇമാം അവിടെ നീട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതും പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനകൾ തന്നെ കൂടുതൽ എണ്ണം വർദ്ധിപ്പിക്കാം. സുജൂദിൽ ഒരുപാട് പ്രാർത്ഥന, സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി, സുബ്ഹാൻ റബ്ബിൽ അഅല എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്. വ്യത്യസ്ത പ്രാർത്ഥനകളുണ്ട്, ഒക്കെ നമുക്ക് ചെല്ലാം. അതെല്ലാത്തതും ചെയ്യാം. സുജൂദിൽ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന. അതേപോലെ തന്നെ ഏത് പ്രാർത്ഥനകളും നമുക്ക് ചൊല്ലാം. കേട്ടോ? ബറക്കല്ലാഹു ഫീക്കും. ശരി, ഇനി എന്താണ്? സുജൂദ് കഴിഞ്ഞു. സുജൂദിന്ന് ഉയരുക. സുജൂദിന്ന് ഉയരണ എങ്ങനെയാണോ റസൂലുള്ളാഹി പഠിപ്പിച്ച അങ്ങനെ ഉയരണം. എങ്ങനെയും ഉയരാൻ പറ്റില്ല. ആ കോലത്തിൽ ഉയർന്ന് പിന്നെ സുജൂദുകൾക്ക് ഇടയിലുള്ള ഇരുത്തം. ഏതാണ് ഇടയിലിരുത്തം? എന്താ? റുക്കിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആരെ കുറിച്ച്? ഹനഫികള്. ഓൽക്ക് ഇഅ്തിദാലും അതേപോലെ തന്നെ ഇടയിലിരുത്തത്തിലും ഞാൻ മനസ്സിലാക്കുന്ന പ്രാർത്ഥന ഇല്ലാതെ തോന്നുന്നു. ഇങ്ങനെയാണോ ഒന്നിട്ട് പോകല. ശ്രദ്ധിച്ചോ? അത് നിസ്കാരത്തെ ബാധിക്കും. നിസ്കാരത്തിന്റെ റുക്കിനാണ്. അവിടെ പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പ്രാർത്ഥനയുണ്ട്. റബ്ബി ഗ്ഫിർലി വറഹ്മനി വജ്ബിർനി വർസുഖ്നി വഅദിനി വആഫിനി. വ്യത്യസ്ത രീതിയിൽ വന്നിട്ടുണ്ട്. വല്ലാത്ത പ്രാർത്ഥനയാണ് ഇടയിലിരുത്തത്തിലെ പ്രാർത്ഥന. അതിന്റെ ഫദ്ല് ഏറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള എല്ലാം ചോദിക്കുന്ന പ്രാർത്ഥനയാണ് റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബിർനി വഅഹ്ദിനി വർസുഖ്നി വആഫിനി എന്ന് പറയുന്ന പ്രാർത്ഥന. വ്യത്യസ്ത രീതിയിൽ അതിന്റെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയിലിരുത്തം എന്താണ്?
അപ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിക്കണം, റുക്കിന് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഓക്കെ, ശരി. ഇനി എന്താണ് രണ്ട് സുജൂദുകൾക്കുള്ള ഇടയിരുത്തം? അവസാനത്തെ അത്തഹിയ്യാത്ത്. അപ്പൊ ഒന്നാമത്തെ അത്തഹിയ്യാത്തോടെ പോയി പറയും, അത് വാജിബിലേക്ക് പോയി. ഒന്നാമത്തെ അത്തഹിയ്യാത്ത്. അവസാനത്തെ അത്തഹിയ്യാത്ത്, അവസാനത്തെ അത്തഹിയ്യാത്തിന് ഇരിക്കലും അവസാനത്തെ അത്തഹിയ്യാത്തിലും മുബാറകാത്തു സ്വലവാത്തു ആ പ്രാർത്ഥനയും പിന്നെ സ്വലാത്തും ചൊല്ലലും റുക്കിനാണ്. അതിലിപ്പോ ചില ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫിഖ്ഹാണ്. ഫിഖ്ഹിൽ ചില പണ്ഡിതന്മാർക്കിടയിലും മദ്ഹബിന്റെ ഇടയിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, സ്വാഭാവികമാണ്. എന്നാലും ഏതിരുന്നാലും നമ്മൾ മനസ്സിലാക്കുക, അവസാനത്തെ അത്തഹിയ്യാത്തിന് ഇരിക്കലും അതിൽ അത്തഹിയ്യാത്ത് ചൊല്ലലും സ്വലാത്ത് ചൊല്ലലും എന്താണ്? റുക്കിനാണ്, നഷ്ടപ്പെടാൻ പാടില്ല. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സലാം വീട്ടൽ രണ്ട് ഭാഗത്തേക്കും നമ്മൾ സലാം വീട്ടുന്നു. അതേപോലെ തന്നെ പിന്നെ അടുത്തത് എന്താണ്? തുമഇനീനത്താണ് നമ്മൾ പറഞ്ഞത്. ഏറ്റവും നമ്മളിപ്പോ ഈ പറഞ്ഞ സംഗതികളൊക്കെ നമ്മളൊക്കെ പാലിക്കണം. പക്ഷെ ഈ പറയപ്പെട്ട 13ാമത്തെ റുക്കിന് പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സാവകാശം ഓരോ റുക്കിനുകളും അതിൻ്റെതായ സമയം കൊടുത്ത് ചെയ്യുക എന്നുള്ളത് അത് റുക്കിനാണ്. അതില്ലാതെ പോയാൽ നിസ്കാരം ഇല്ല. നിങ്ങൾ ആലോചിച്ചു, നമ്മളെ കുട്ടികളൊക്കെ നിസ്കാരം, നമ്മളെ ഭാര്യമാരുടെ നിസ്കാരം, നമ്മുടെ ഭർത്താക്കന്മാരുടെ നിസ്കാരം, മുതിർന്ന ആളുകളെ നിസ്കാരമൊക്കെ തന്നെ ചില ആൾക്കാരെ നിസ്കാരം കണ്ട എന്താ സങ്കടം. കുട്ടികളാണ് പോട്ടെ നോക്കുക, ഭയങ്കര സങ്കടം തോന്നും. അങ്ങനെ ഇങ്ങനെ ഒരു കാട്ടിക്കൂട്ടില് ഒരു വ്യായാമം നടത്തല് മാത്രം അത് നിസ്കാരം ശരിയാവുകയില്ല. അതിനാണ് റുക്കിനുകളെ കുറിച്ച് നമ്മൾ പ്രത്യേകം പറഞ്ഞത്. ഇനി അതിന് പുറമെ തെർത്തീബ് എന്ന് പറഞ്ഞാൽ ആ ഓർഡറിൽ ചെയ്യണം. അത് പിന്നെ നമ്മളെല്ലാവരും പാലിക്കുന്നതാണ്. അപ്പൊ ഇതാണ് എന്ത് പറഞ്ഞോളി, റുക്കിനുകൾ. ഇതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ ആ റക്അത്ത് ക്യാൻസലാണ്. ആ റക്അത്ത് ഒരു എഴുത്തിദാല് നടത്തില്ല എന്ന് വിചാരിക്കാം, വേറെ നിസ്കരിക്കണം, വേറെ ഒരു റക്അത്ത് നിസ്കരിക്കണം. മനസ്സിലായില്ലേ? ഏതോ ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എന്ത് ഒരു സുജൂദ് ഒരു റക്അത്തിൽ നഷ്ടപ്പെട്ടു, ആരും അറിഞ്ഞില്ല, നമ്മളാ നിസ്കാരം കഴിഞ്ഞ് പോയി. അടുത്ത ഭക്തിന് വന്നപ്പോഴാണ് ആളുകൾക്കിടയിൽ എല്ലാവരും സംശയിച്ചിട്ട് ഇങ്ങനെ പോയി. പിന്നെ മഗ്രിബിന് വന്ന സമയത്ത് നമ്മൾ അസർ നിസ്കരിച്ചില്ല, പ്രശ്നം വന്നില്ലേ? അപ്പൊ എല്ലാവരും പറഞ്ഞു, 3ാമത്തെ റക്അത്തിൽ ഒരു സുജൂദ് ചെയ്തതല്ലേ, ഒരു സുജൂദ് നഷ്ടപ്പെട്ടു. എല്ലാവരും ഒരേ അഭിപ്രായം. എന്ത് ചെയ്യണം? ഒരു റക്അത്ത് നിസ്കരിച്ചാൽ മതിയോ? വേറെ അസർ നിസ്കരിക്കണം. അത് എപ്പോഴാണോ മഗ്രിബിന്റെ ആദ്യം അസർ നിസ്കരിക്കുക, മഗ്രിബ് നിസ്കരിക്കുക. പിന്നെ ഇനി അതല്ല, മഗ്രിബ് നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണോ അതിന്റെ ശേഷം നിസ്കരിക്കുക. കാരണം അവരുടെ അസർ ശരിയായിട്ടില്ല. അവരുടെ അസർ ഇത് റുക്നുകൾ തന്നെ നിസ്കാരത്തെ ബാധിക്കും. സുന്നത്ത് നിസ്കാരത്തിൽ നമ്മൾ പറഞ്ഞു, നിസ്കാരത്തിലെ ഫർദിന്റെ കാര്യമാണ്, നൃത്തത്തിന്റെ കാര്യം. നമ്മൾ ഫസ്റ്റ് ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞു, കഴിവുള്ളവൻ നിൽക്കുക എന്നുള്ളത് ഫർദ് നമസ്കാരത്തിലെ റുക്കനാണ്. നമ്മൾ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു. ബാക്കിയുള്ളതെല്ലാം വേണം കേട്ടോ, ഞാനതാ ഉദ്ദേശിച്ചത്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. അഥവാ സുന്നത്ത് നമസ്കാരങ്ങൾ ഒരാൾക്ക് ഇരുന്ന് നിസ്കരിക്കാം, പക്ഷെ എത്ര കൂലിയിട്ട? നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ്, പകുതിയെ കിട്ടുള്ളൂ, പകുതിയാണ് കിട്ടുള്ളൂ. അപ്പോ ഒരു നിസ്കാരത്തിന് 100 മാർക്കിലാണ് മാർക്ക് എങ്കിൽ ഇരുന്ന് നിസ്കരിക്കണ നിസ്കാരാണെങ്കിൽ 50-ലായി മാർക്ക്. 50 പോയി. അല്ലല്ല, അത് കിട്ടും. അഥവാ നിൽക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ സുന്നത്ത് നമസ്കാരം വേണമെങ്കിലാക്കി ഇരുന്ന് നിസ്കരിക്കാം, പക്ഷെ പകുതിയെ കൂലിയിട്ടുള്ളൂ. നിൽക്കാൻ കഴിയുന്നവൻ നിർബന്ധമായി നിൽക്കണം എന്നുള്ളത് ഫർദ് നമസ്കാരത്തിലെ ഹുക്കുമാണ്, വിധിയാണ്. ക്ലിയർ ആണല്ലോ? ശരി, നിസ്കാരത്തിലെ വാജിബുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. തക്ബീറത്തുൽ ഇഹ്റാം ഒഴികെയുള്ള തക്ബീറുകൾ നമ്മൾ ഇമാമിന്റെ കൂടെ ഇങ്ങനെ പോയാൽ പോരാ. എന്ത് ചെയ്യണം? അല്ലാഹു അക്ബർ നമ്മൾ ചൊല്ലണം. മനസ്സിലായില്ലേ? പലരും പ്രാർത്ഥനകളും ദിക്റുകളും ഓത്തൊക്കെ ഉണ്ടാവും, പക്ഷെ തക്ബീർ അല്ലാതെ ഇമാമിന്റെ കൂടെ ഇങ്ങനെ പോയിക്കോളും, പോരാ, തക്ബീർ ചൊല്ലണം. എന്നാ ഒരാൾ മറന്നുകണമെങ്കിൽ അയാൾ സാഹിബിന്റെ സുജൂദ് ചെയ്യാം.
അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാം. ആ ക്ലാസ്സിൽ ചോദിക്കണം. ഇമാമിന്റെ കൂടെ ഒരാൾ മറന്നു, ഇമാമിന്റെ കീഴിൽ നിസ്കരിക്കുന്ന ആളാണ്, അപ്പൊ പിന്നെ സഹവിന്റെ സുജൂദ് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് പറയാം. അപ്പോ നമ്മൾ നിസ്കാരത്തിൽ എന്തെങ്കിലും ഒരു ഫർള് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവസാനം സഹവിന്റെ സുജൂദ് ചെയ്താൽ മതി. ഈ വാജിബിലേക്ക് മടങ്ങേണ്ടതില്ല. റുക്കിനെ അടക്കം മടങ്ങണം എന്ന് പറഞ്ഞു. ശരി, നോക്കൂ. തക്ബീറത്തുൽ ഇഹ്റാം ഒഴികെയുള്ള തക്ബീറുകൾ. റുകൂഇലെ പ്രാർത്ഥന ചൊല്ലൽ. റുകൂല് പ്രാർത്ഥന ഇല്ല, എന്തോ ശ്രദ്ധയിലാണ് പോയി. നിസ്കാരത്തിന്റെ ഫർള് പോയി. ശരി, അടുത്തത് വായിച്ചാട്ടെ. സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയൽ. ഇഅ്തിദാലിലെ പ്രാർത്ഥന ചൊല്ലൽ. ഇതൊക്കെ എന്താണ്? ഫർളുകളാണ്. ഫർളുകൾ ആണ്. സുജൂദിലെ പ്രാർത്ഥന ചൊല്ലൽ, ഇടയിലിരുത്തത്തിലെ പ്രാർത്ഥന ചൊല്ലൽ, ഒന്നാമത്തെ അത്തഹിയാത്ത്, അത്തഹിയാത്തിനായി ഇരിക്കലും, ഒന്നാമത്തെ അത്തഹിയാത്തിനായി ഇരിക്കലും അത്തഹിയാത്ത് ചൊല്ലലും. മനസ്സിലായല്ലോ? ഒന്നാമത്തെ അത്തഹിയാത്ത് എന്താണ് നമ്മൾ പറഞ്ഞു? അത് വാജിബാണ്. അപ്പൊ ഒരാൾ ഒന്നാമത്തെ അത്തഹിയാത്ത് ഇമാമ് പിന്നെ ഇമാമായിട്ട് നിസ്കരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണ്. നമ്മളങ്ങോട്ട് എണീക്കണ സമയത്ത് ഓർമ്മ വന്നു, എന്ത് ചെയ്യണം? കിയാമക്ക് എത്തിയിട്ടില്ല, മനസ്സിലായിണ്ടല്ലോ? കിയാമക്ക് എത്തിയിട്ടില്ല, നേരെ അങ്ങോട്ട് തന്നെ മടങ്ങണം. കാരണം അടുത്ത റുക്കിനേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടില്ല. അടുത്ത റുക്കിനിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടില്ല. ഈ ഫർള് എടുക്കേണ്ട സമയത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ കുറച്ച് പൊന്തിയിടണമെങ്കിൽ അവിടെ തന്നെ ഇരിക്കുക, അത്തഹിയാത്ത് നിർവഹിക്കുക. എന്നിട്ട് അവസാനം മറവി തന്നതിന് മറവിന്റെ സുജൂദ് ചെയ്യുക. മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലായില്ല? എന്നാൽ കിയാമിലേക്ക് എത്തി, മൂന്നാമത്തെ റക്അത്തിലേക്ക് എത്തി. അതെന്താണ്? റുക്കിനാണ്. അവിടെ കിയാമ് റുക്കിനാണ്. ഫാത്തിഹയൊക്കെ തുടങ്ങി. പിന്നെയാണ് ഓർമ്മ. മടങ്ങണോ? മടങ്ങണ്ട, സാഹിബിന്റെ സുജൂദ് ചെയ്താൽ മതി. ശരി, ഒന്നാമത്തെ തശഹുദിനായി ഇരിക്കല് കേട്ടാ. 8 വാജിബുകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. പല മദ്ഹബുകളിലും വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകാം. ശരി, ഇനി അടുത്തത് നിസ്കാരത്തിലെ സുന്നത്തുകൾ 2 വിധമുണ്ട്. നമ്മൾ വാചികമായി സംസാരത്തിൽ ദിക്ർ ദുആകളിലും സംസാരത്തിലും കൊണ്ടുവരേണ്ട സുന്നത്തുകളുണ്ട്, പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരേണ്ട സുന്നത്തുകൾ ഉണ്ട്. പ്രവർത്തനങ്ങളായ സുന്നത്തുണ്ട്. ഇതിനെല്ലാം വായിക്കേണ്ട ആവശ്യമില്ല, കാണുന്നുണ്ടല്ലേ? എന്താ? ഒന്ന്, തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷമുള്ള പ്രാരംഭ പ്രാർത്ഥന. വജ്ജഹ്തു വജ്ഹിയയോ അല്ലാഹുമ്മ ബഅദ് ബൈനയോ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക എന്ന് പറയുന്ന വ്യത്യസ്തമായ പ്രാരംഭ പ്രാർത്ഥനകളുണ്ട് അല്ലേ? രാത്രി നിസ്കാരത്തിൽ റസൂലുള്ളാഹി നടത്തിയ പ്രാരംഭ പ്രാർത്ഥന ഏതാ? രാത്രി നിസ്കാരത്തിൽ ഖിയാമുൽ ലൈലിലൊക്കെ റസൂൽ നടത്തി, അത് വേറെ ഉണ്ട്. ഇനി ഒരാൾ അവിടെ ഇത് ചെല്ലിന്ന് വിചാരിച്ചു കുഴപ്പമില്ല. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകായില ഫാത്തിറസ് സമാവാതി വൽ അർദ് ആലിമുൽ ഗൈബി വശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ഇഹ്ദിനി ലിമുഖ്തലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നി ഇന്നക തഹ്ദി മൻ തശാഉ ഇലാ സിറാത്തിൽ മുസ്തഖീം. അപ്പോൾ വ്യത്യസ്ത പ്രാരംഭ പ്രാർത്ഥനകൾ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിസ്കാരത്തിൽ ഞാൻ ചോദിക്കട്ടെ, നിന്നിട്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കെട്ടി, അതെന്താ? റുക്കിനാണ്. പ്രാരംഭ പ്രാർത്ഥന അതെന്താ? അത് സുന്നത്താണ്. സുന്നത്ത് ആണ്. ഒരാൾ ചൊല്ലില്ലെങ്കിൽ കുഴപ്പമില്ല. അതേ ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് ഫാത്തിഹ അല്ലാനുള്ള സമയമുള്ളൂ, അവിടെ പിന്നെ ഉജ്ജയത്ത് ഓതാൻ നിൽക്കണ്ട. മനസ്സിലായില്ലേ? കൃത്യമായി നന്നായി ഫാത്തിഹ ഓതിയാൽ മതി. ഉജ്ജഹത്ത് ഉഷാറായിട്ട് ഓതി പിന്നെ ഫാത്തിഹയ്ക്ക് സമയമില്ല, പറ്റൂല. അങ്ങനെ സംഭവിച്ചാൽ അവിടെ എന്താവും? ഫാത്തിഹ നിർബന്ധമാണല്ലോ. അവിടെ ഇതാണ് ചെയ്യേണ്ടത്. നോക്കാം, പറയാം. നിങ്ങൾ എഴുതി വെച്ചോളി, ഇൻഷാ അല്ലാഹ് അടുത്ത ഇതിൽ പറയാം കേട്ടോ. ശരി, ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത ചില ചോദ്യങ്ങളായിരിക്കും, അത് നോക്കിയിട്ട് വരാം. ഗ്രൂപ്പിലിട്ടാൽ. ശരി, ഫാത്തിഹയുടെ തുടക്കത്തിൽ അഊദു ചൊല്ലൽ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അതേപോലെ തന്നെ ബിസ്മി ഓതൽ സുന്നത്താണ്, വാചികമായ സുന്നത്താണ്. അപ്പൊ ഔദു ബിസ്മിയൊക്കെ ഇമാം എങ്ങനെ ഓതണ്ടേ? ഔദു ബിസ്മിക്ക് പതുക്കാൻ സമസ്തക്കാരും നമ്മളും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിസ്കരിച്ച സഹാബികൾ പറയാണ്, ഒരു സഹാബി പറയാണ്, സ്വല്ലൈതു മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
സ്വല്ലൈതു മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബീ ബക്കറ വ ഉമറ വ ഉസ്മാന. ഈ ഉമ്മത്തിലെ നേതാവും പിന്നെ ആദ്യം 3 റാങ്കുകാരും. നേതാവ് റസൂലുള്ളാഹി, പിന്നെ 1-ാം റാങ്ക് റസൂലുള്ളാഹിനെ മാറ്റി നിർത്തിയാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ. ഓലെ പിന്നിൽ ഞാൻ നിസ്കരിച്ചു. അവർ നമസ്കാരം സ്റ്റാർട്ട് ചെയ്തിരുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു. വ്യക്തല്ലേ? അപ്പൊ പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം. അവിടെ റസൂലുള്ളാഹിന്റെ കേട്ടത് ഇങ്ങനെ, റസൂലുള്ളാഹി നിസ്കരിച്ചാൽ മതി. അപ്പൊ പിന്നെ കളിയാക്കും, എന്ത് നിങ്ങൾക്ക് എന്താ ബിസ്മി നിങ്ങൾ ഓതുന്നില്ലേ? കേൾക്കണില്ല എന്നുള്ളതിന്റെ അർത്ഥം ഓതുന്നില്ല എന്നാണ്? അല്ലല്ലോ. അപ്പൊ നമുക്ക് തിരിച്ചു വയ്ക്കാലോ, നിങ്ങൾ ഔദ് ഓതുന്നില്ലേ? എന്താണ് ഔദ് ഓതൽ സുന്നത്തെടുക്കാത്ത? അല്ല, ഞങ്ങൾ ഔദ് ഓതുണ്ട്. ആര് പറയും? അവര് പറയും അല്ലെ? സാധാരണ വജ്ജഹത്ത് നിങ്ങൾ ഓതുന്നില്ലേ? ഞങ്ങൾ വജ്ജഹത്ത് എവിടെ? പതുക്കെയാണ്. ഇതും പതുക്കെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിസ്കരിച്ചു? ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട് കേട്ടോ. ശരി, പിന്നെ അവിടെ ചർച്ചയാണ്. ഫാത്തിഹയിലെ ആയത്താണോ ആയത്തല്ലേ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഒരാള് അപ്പോ ഫാത്തിഹ 7 ആയത്തുകളാണ്. ഒരായത്താണെങ്കിൽ ബിസ്മി ആ ആയത്തിലേക്ക് കടക്കണം. മനസ്സിലായില്ലേ? എന്നിട്ട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് വേറെ ആയത്തായി പോകും. അപ്പൊ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഒരാൾ ബിസ്മി ഓതില്ല എന്ന് വിചാരിച്ചിട്ട് ഫാത്തിഹനെ ബാധിക്കൂല. നിങ്ങൾ ബിസ്മി ഓതിക്കോളി. ബിസ്മി ഉറക്കനെ ഓതണ്ട, ബിസ്മി ഓതിക്കോളി. ഇനി ഒരാൾ ബിസ്മി ഓതില്ലേ, സുന്നത്തെ നഷ്ടപ്പെടുന്നുള്ളൂ. പ്രശ്നമുള്ള കാര്യം. ഇപ്പൊ നമ്മള് നിസ്കാരത്തില്, നമ്മളിപ്പോ രാത്രി നിസ്കാരത്തിലൊക്കെ 2 സൂറത്ത് ഓതും അല്ലേ? ഒരു സൂറത്ത് കഴിഞ്ഞു, അടുത്ത സൂറത്ത് തന്നെ ഓതും. അവിടെയൊക്കെ ബിസ്മി പതുക്കെ ഓതിയാ മതി. പതുക്കെ ഓതിയാ മതി കേട്ടാ. അല്ലാഹു അഅലം. ശരി. ഇല്ല, അത് അഭിപ്രായ വ്യത്യാസം, പ്രബലമായ അഭിപ്രായം, 2 അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ഏതായാലും ബാധിക്കൂല. ഫാത്തിഹ നമ്മൾ മുഴുവനായിട്ട് പാരായണം ചെയ്യണം. അദ്ദേഹം ചോദിച്ചത് ഇമാം സ്പീഡിൽ ഓതുന്ന ആളാണ്, നമുക്ക് ഓതാൻ സമയം കിട്ടില്ല. അപ്പൊ ഇമാം സൂറത്ത് ഓതുന്ന സമയത്ത് നിങ്ങൾ ഫാത്തിഹ ഓതിയാൽ മതി. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഇമാമിനോട് ഒന്ന് ഉറക്കാൻ പറയണം. അത് ചെയ്യേണ്ട നിർബന്ധം ചെയ്യണം. നിങ്ങൾക്ക് മാന്യമായിട്ട് ഒരു ഫാത്തിഹ ഓതാൻ കിട്ടണില്ലെങ്കിൽ സ്ഥിരമുള്ള ഇമാമാണ് പറയണം. നമുക്ക് സമയം കിട്ടണില്ല, കാരണം നിസ്കാരത്തിന്റെ കാര്യമാണ്. രണ്ടാമത് നിങ്ങൾ പിന്നെ ആ ഫാത്തിഹ പെട്ടെന്ന് പൂർത്തിയാക്കി റുക്കൂലേക്ക് പോയാൽ മതി. പെട്ടെന്ന് പൂർത്തിയാക്കി നിങ്ങൾ ഏകദേശം മാലിക്ക് ഇയ്യാകനാബുദോ ഇയ്യാകനസ്തഈൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ഒക്കെ എത്തിയിട്ടുണ്ടാവുമല്ലോ. അത് നിങ്ങൾ പെട്ടെന്ന് പൂർത്തിയാക്കുക. ഇമാമിനോട് നിർബന്ധമായും പറയണം. ചില ഇമാമികളുണ്ട് അങ്ങനെ, നമുക്കൊന്ന് റുക്കൂ എല്ലാം സമയം കിട്ടൂല, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അവരോട് പറയാം, നിങ്ങൾ സമയം നമുക്ക് കിട്ടണില്ല, മാന്യമായി ചെല്ലാൻ സമയം കിട്ടണില്ല, ഇമാമിയോട് പറയാം. ശരി. ഇനി ഫാത്തിഹയുടെ അവസാനത്തിൽ ആമീൻ ചൊല്ലൽ വളരെ പ്രതിഫലാർഹമായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖാലൽ ഇമാമു വലദ്ദാലിൻ ഖൂലു ആമീൻ. നിങ്ങൾ ഇമാമു വലദ്ദാലിൻ പറഞ്ഞാൽ നിങ്ങൾ ആമീൻ ചൊല്ലണം. നിങ്ങൾ ആമീൻ ഇമാമു വലദ്ദാലിൻ പറഞ്ഞാൽ മലക്കുകൾ ആമീൻ ചൊല്ലും. വമൻ വാഫഖ തഅമീനുഹു തഅമീനുൽ മലായിക തഅമീനുൽ മലായിക. നിങ്ങൾ ആമീൻ പറയുന്നതും മലക്കുകൾ ആമീൻ പറയുന്നതും തമ്മിൽ യോജിച്ചു വന്നാൽ നിങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. ഇന്ന് പല പള്ളികളിലും കാണുന്ന സംഗതിയാണ് ആമീൻ ചൊല്ലൂല. എത്ര സങ്കടം അറിയാത്തോണ്ടായിരിക്കും ചിലപ്പോ. ഹനഫികൾ ഏതായാലും ആമീൻ ചൊല്ലൂല. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത്, ഹദീസിൽ ധാരാളക്കണക്കിന് ഫളലും ശ്രേഷ്ഠതയും പഠിപ്പിച്ച കാര്യമാണ് ആമീൻ എന്നുള്ളത്, ഉറക്കനെ ചൊല്ലുക എന്നുള്ളത്. റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ ആമീൻ കൊണ്ട് മദീനത്തെ പള്ളി പ്രകമ്പനം കൊള്ളുമായിരുന്നു എന്നാണ്. പള്ളി കിടിങ്ങു പോകുന്ന അർത്ഥം. അപ്പൊ
ഉറക്കന ആമീൻ ചൊല്ലുക. മാന്യമായ രീതിയിൽ ഉറക്കന ആമീൻ ചൊല്ലുക. എല്ലാവരും ആമീൻ ചൊല്ലണം. ആരുടെയെങ്കിലും ആമീൻ എപ്പോഴാ മലക്കുകൾ ആമീൻ ചൊല്ലല്? ഇമാമിന്റെ വലദ്ദാലീൻ എന്ന് കഴിഞ്ഞ് ആ ഒരു ശ്വാസം വിട്ട് ഒരു താളുണ്ടല്ലോ, അത് കഴിഞ്ഞാൽ ആമീൻ ചൊല്ലുന്ന സമയമാണ്. ആ സമയത്ത് ചൊല്ല. അതിന്റെ കൂടെ ചൊല്ലിയാൽ മതി. ചില ഇമാമികളുടെ ആമീൻ കേൾക്കും, കേൾക്കാതിരിക്കും. അപ്പോ ഇമാം പിന്നെയാണ് സമയം ആമീൻ. അല്ലാതെ നേരത്തെ ചെല്ലണ്ട, വൈകിയും ചെല്ലണ്ട. ശരിയാവണ്ണം എല്ലാവരും ഈ പറഞ്ഞ രീതിയിൽ, പിന്നെ അതാണ് അതിന്റെ സമയം. അങ്ങനെ ഒരാൾ ആമീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ്, അയാളുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടാൻ കാരണമാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. ഇവിടെ ചോദിച്ച ചോദ്യം, ഖതീബ് ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പള്ളിയിൽ ബക്കറ്റ് പിരിവ് നടത്തുക. ഖുതുബ കേൾക്കുന്ന ആളുകൾക്കിടയിൽ ബക്കറ്റ് പിരിവ്. അപ്പോൾ ഒരു ബക്കറ്റ് ഒരു സൊഫിന്റെ മൂലക്കിൽ വെക്കും, പിന്നെ ഒരാളിടും, ഇങ്ങനെ കൈമാറി കൊണ്ടു നടക്കുക. അല്ലെങ്കിൽ ഒരാൾ അതായിട്ട് ഇങ്ങനെ നടക്കുക. ഈ രണ്ട് രീതിയും നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്. പ്രധാനമായും കാണാറുള്ളത് ബക്കറ്റ് ഇങ്ങനെ നീക്കി കൊടുക്കുന്ന സിസ്റ്റമാണ് കാണാറുള്ളത്. അത് പറ്റുമോ? അതിന്റെ വിധി എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഖുതുബ എന്നുള്ളത് അത് ശ്രദ്ധിച്ച് കേൾക്കാൻ, മിണ്ടാതെ ഇരുന്ന് ശ്രദ്ധിച്ച് കേൾക്കാനുള്ളതാണ്. ശ്രദ്ധിച്ച് കേൾക്കൽ നിർബന്ധമാണ്, യാതൊരു സംശയമില്ല. ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാള് ഖുതുബന്റെ ഇടയിൽ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ മിണ്ടല്ലേ അൻസിത്ത് എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, വേറെ വർത്തമാനം പറയല്ല. ഇവർ രണ്ടാളും സംസാരിക്കുമ്പോ ഈ സംസാരിക്കല്ലേ എന്ന് പറഞ്ഞു, ആ പറഞ്ഞോന്റെ ജുമാ നഷ്ടപ്പെട്ടു. ഏതാണ് ഹദീസ്? ആ വിഷയത്തിൽ വന്ന ഹദീസ് വന്നിട്ടുണ്ട്. എന്താണ്? മൻ ഖാല ലി സ്വാഹിബിഹി യൗമൽ ജുമാ, ഈ ജുമാ നടക്കുന്ന ദിവസം പിന്നെ ഈ ഖുതുബ ഇമാമ് ഇമാമു ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുക, അൻസിത് എന്ന് പറഞ്ഞാൽ ഫഖദ് ലഗ, അവന്റെ ഖുതുബ, പറഞ്ഞോന്റെ ഖുതുബ. എന്നിട്ട് പണ്ഡിതന്മാര് പറയാണ്, ഇയാൾ എന്താ ചെയ്തത്? ഇയാൾ വേറെ എന്തെങ്കിലും വർത്താനം പറഞ്ഞിട്ടില്ല, അയാൾ ഒരു നന്മ കൽപ്പിക്കുകയാണ് ചെയ്തത്. ഇസ്ലാമിൽ നന്മ കൽപ്പിക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് സഹോദര. ഖുതുബന്റെ ഇടയിൽ സംസാരിക്കല്ലേ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഒരു നന്മ കൽപ്പിച്ചോന്റെ ഖുതുബ പോയി എന്ന് പറഞ്ഞു. അഥവാ ഖുതുബ പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ പരിപൂർണത നഷ്ടപ്പെട്ടു. അപ്പൊ എത്രത്തോളം ഗൗരവത്തോടെ പറഞ്ഞു. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തകല്ലമ യൗമൽ ജുമുഅ വൽ ഇമാമു യഖ്തുബു ഫഹുവ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. ഒരാൾ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ തെറ്റി, അയാൾക്ക് ഖുതുബയുടെ ഇമാമ് പിന്നെ ഖതീബ് നിർവഹിക്കുന്നു, ഇയാൾ സംസാരത്തിലാണ്. ഇയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെയാണ്. ആര്? ഈ സംസാരിക്കണവൻ. ഇമാം അവിടെ ഇങ്ങനെ അള്ളാന്റെ കലാമും റസൂലുള്ളാന്റെ ഹദീസും പറയുമ്പോൾ ഇയാൾ ഇവിടെ സംസാരിക്കുക. ഇവൻ ആരാണ്? ഗ്രന്ഥം ചുമക്കുന്ന കഴുതയെ പോലെയാണ്. കഴുതന്റെ മുകളിൽ എത്ര വലിയ ഖുർആനും ഹദീസും തഫ്സീറും ബലപ്പെട്ട പിന്നെ ഗ്രന്ഥങ്ങൾ വെച്ചാലും കഴുതക്ക് അതൊരു ഭാരമാണ്. കഴുതക്ക് കേവലം ഒരു ഭാരമാണ്. എന്താണ് ഈ പറയണമെന്നില്ല, എന്താണ് ഈ വഹിക്കണമെന്നില്ല. ഒരു വളത്തിന്റെ ചാക്ക് കഴുതന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ പുറത്ത് വെച്ച് കെട്ടിയാലും അതും ഭാരമാണ്. മനസ്സിലായില്ല? അപ്പൊ ഇദ്ദേഹം ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇയാൾ സംസാരിക്കുന്നവനാണെങ്കിൽ ഈ കഴുതയെ പോലെയാണ്. എന്നിട്ട് വല്ലദി യഖൂലു ലഹു അൻസിത്, ഈ സംസാരിക്കുന്നോട് ഈ മിണ്ടല്ലേ എന്ന് പറഞ്ഞാൽ ലൈസത് ലഹു ജുമാ, പറഞ്ഞോനും ജുമായല്ല എന്ന് പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, വമൻ മസ്സൽ ഹസാ ഫഖദ് ലഗാ. അവര് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ നമ്മളെ പോലെയുള്ള പള്ളിയല്ല, മണലിലാണ് ഇരിക്കുക. ഇനി മരത്ത് എന്തേലും വിരിച്ചു കണ്ടെങ്കിൽ തന്നെ അവിടെ മണലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ല മണലിലാണ്, ഏറെക്കുറെയൊക്കെ ഒരു മണലിലായി ഇരിക്കുന്നുണ്ടാവുക. നമ്മൾ കുറെ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു 10-20 മിനിറ്റ് ഖുതുബയൊക്കെ ഇരിക്കുമ്പോ അറിയാതെ നമ്മളിങ്ങനെ വരക്കൂല. ഒന്നിങ്ങനെ വരച്ചൊരു കള്ളുണ്ടാക്കി, ഒരു കോളം ഉണ്ടാക്കി, ഒരു ഇതുണ്ടാക്കി, അറിയാം ഖുതുബ ഇഷ്ടപ്പെട്ടു. എത്ര ഗൗരവത്തോടെ പറഞ്ഞത്. അപ്പൊ നിങ്ങളിപ്പോ ഈ ചോദിച്ച ചോദ്യം
പണ്ഡിതന്മാരോട് ചോദിച്ചിട്ടുണ്ട്. ഒരു പറഞ്ഞത് പറ്റൂല, ഹറാമാണ്. ഇവിടെ എന്തൊക്കെയാ സംഭവിക്കണമെന്ന് ആലോചിച്ച് നോക്കി. സംഭവിക്കണം എന്തൊക്കെയാ? ഒരാൾ ബക്കറ്റ് നീക്കി കൊടുക്കുന്നു, എന്നിട്ട് ഒരാൾ പേഴ്സിന്ന് ക്യാഷ് എടുക്കുന്നു, എന്നിട്ട് കാശ് തപ്പി നോക്കുന്നു. അതിൽ 100 നോട്ടുണ്ട്, 500 നോട്ടുണ്ട്, എല്ലാം ഒഴിവാക്കിയിട്ട് 5 രൂപയുടെ നോട്ട് എടുക്കാൻ വലിയ പരിശ്രമം. അങ്ങനല്ല, തമാശ പറഞ്ഞാണ്. ചെക്ക് നോക്കുന്നു, നടക്കുകയാണ്. എന്നിട്ട് ഇന്നിപ്പോ അതല്ല, ഇനിയിപ്പോ ഗൂഗിൾ പേ ഉണ്ടോന്നറിയില്ല, അതുണ്ടാവും ചിലപ്പോ. ഇപ്പൊ ബക്കറ്റിമലൊക്കെ ഗൂഗിൾ പേന്റെ QR കോഡ് സ്കാനർ ഉണ്ട്. അപ്പോ ഇതൊക്കെ ഖുത്ബന്റെ അടിയിലാണ് നടക്കുന്നത്. എന്നിട്ട് മറ്റാൾക്ക് നീ കൊടുക്കുന്നു. ഈ കണ്ട ആളുകളൊക്കെ ഈ പണിയെടുക്കുന്നുണ്ട്. രണ്ടാമത്തെ മറ്റൊരു സംഗതി റിയാഇന് കാരണമാകും. ഇപ്പൊ ഞാനിങ്ങനെ ഷായർക്ക് നീക്കി തന്നു, ഞാനൊന്നും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ എന്റെ മനസ്സിൽ ഇപ്പൊ ബലക്ക് കാണുകയാണല്ലോ, ഹതീബാണെന്ന് നോക്കണുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ചിലപ്പോ ആ ഹതീബിന് കൊടുക്കാനുള്ള ടീ ആയിക്കാറ്, ആരെ കൊടുക്കാത്തത് ഇയാൾ ഇങ്ങനെ നോക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതിനൊക്കെ എന്താ കാരണമായത്? ഈ ഒരു 2-3 മിനിറ്റ് ഓല് പേഴ്സ് എടുക്കാനും പേഴ്സ് തപ്പാനും ഇടാനും നീക്കി കൊടുക്കാനും എന്താണ് കാരണമായത്? അതിന് വേറെ സംവിധാനം നോക്കുന്നല്ലാതെ. എന്നിട്ട് ഇത് ഇടുണ്ടോ, ഞാൻ ഇടാത്തത് ശ്രദ്ധിക്കോ, ഇടാൻ ഞാൻ എന്താ വിചാരിക്കുക? ആ ഇടല് റിയാ. ഓല് പിന്നെ ഇടാതിരുന്നാലും എന്താണ്, ഇനിയിപ്പോ ഞാനിപ്പോ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കാണുമ്പോ റിയാവില്ല, ഞാൻ ഇടണില്ല എന്ന് വിചാരിച്ചാലും റിയാവും. അതും പ്രശ്നമാണ്. അപ്പൊ ഇത് വല്ലാത്തൊരു ഇതുണ്ടാക്കും. എന്ന് മാത്രമല്ല, ഖതീബിന് ഇത് പ്രയാസം ഉണ്ടാക്കൂലേ? ഖതീബിന് ഇപ്പൊ ഞാനൊരു പ്രസംഗിക്കുന്ന ക്ലാസ് എടുക്കുന്ന ആൾക്ക് അറിയാം, നമ്മൾ കാര്യമായിട്ട് ഒരു പോയിന്റ് പറയണ, ഒരു കാര്യം പറയണം, നിങ്ങൾ ഇങ്ങനെ നീക്കി കൊടുക്കുക പൈസയുടെ ചെലോല് അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മളൊക്കെ അവിടെ നടക്കണ ഒരു വാക്കിയിലെന്താ, ഇപ്പൊ നിങ്ങളുടെ സ്ഥാനത്ത്, അപ്പൊ നിങ്ങൾ ഇടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ മറ്റോ ഇടുന്ന് പറയും, ഇല്ല ഞാൻ ഒന്നുമില്ല. അപ്പൊ പിന്നെ ഇവൻ അങ്ങോട്ട് നീക്കി കൊടുക്കും, ഇയാൾ തൊടുണ്ടാവില്ല, മറ്റോ അങ്ങോട്ട് നീക്കി കൊടുക്കും. ഇതൊരു ഈ സൊഫിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ കളി, അതോടെ ഖുത്ബ തീരും. അപ്പൊ അത് പറ്റൂല, ഹറാമാണ്. ഈ സംഗതി തന്നെ പണ്ഡിതന്മാർ ചോദിച്ചിട്ടുണ്ട്. ഒരു പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരു സാധുവായ മനുഷ്യൻ വന്ന് ഇമാമിനോട് നേരിട്ട് പറഞ്ഞു, ഖുത്ബന്റെ അവസാനത്തിലോ ഖുത്ബയിലോ, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് വരികയാണ്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇല്ലാത്തവനാണ് എന്ന് പറയും. ഇമാമ് പറയാണ്, അയാൾക്ക് എന്തേ കൊടുക്കുന്ന നമ്മൾ കൊടുക്കാം. ഇമാമിനോടുള്ള സംസാരം അല്ല, ഖതീബിനോടുള്ള സംസാരം എന്തല്ല, ഖുത്ബയെ ബാധിക്കുന്ന പ്രശ്നമല്ല. കാരണം ഖതീബാണ് സംസാരിക്കുന്നത്, ഖതീബിനോടാണ് സംസാരിക്കുന്നത്. ഖുത്ബക്കിടയിൽ സംശയങ്ങൾ ചോദിക്കാം, ഖുത്ബക്കിടയിൽ മാന്യമായ രീതിയിൽ അത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞതൊക്കെ നമുക്ക് മറ്റു വിഷയത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, നമ്മൾ കേട്ടിട്ടുണ്ട്, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതിന് കുഴപ്പമില്ല. നേരം മറിച്ച് ആ പള്ളിന്റെ പിന്നെ സാമ്പത്തിക സ്രോതസ് ആയിക്കൊണ്ട് ഖതീബിന് കൊടുക്കാനുള്ള പൈസ ആയിക്കൊണ്ട് അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാര് പറഞ്ഞു. വല്ലാഹു അഅലം. ഖുത്ബന്റെ അടിയിൽ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഉറക്ക് ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ഉറക്കം എന്നുള്ളത് ഇളവുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ നടക്കുന്ന കലാപരിപാടി എന്താ വെച്ചാല്, ആഴ്ചയിൽ 7 ദിവസം ഉണ്ട്, പക്ഷേ 6 ദിവസം ഉറങ്ങൂല, ഒരു ദിവസം മാത്രം 12:30 മണി മുതൽ 1:15 വരെ ഉറക്കം വരിക എന്ന് പറഞ്ഞാൽ അത് അസുഖം വേറെയാണ്, തൗഫീഖില്ലായ്മയാണ്. എത്രയോ ആളുകളെ പിന്നെ നമുക്ക് നമ്മളെ പള്ളിയിലൊന്നും ആളുകൾ ഉറങ്ങലില്ല, പക്ഷെ ചില ഖതീമാരൊക്കെ പറയും, അയാൾ സ്ഥിരമായിട്ട് വന്ന് അങ്ങോട്ട് കയറി പിന്നെ അവിടെ പിന്നെ മുമ്പ് തന്നെ ഇരുന്നിട്ട് ഖുത്ബ തുടങ്ങുക. നമ്മൾ അംദും സലാത്തും ചെല്ലുന്ന സമയത്ത് മൂപ്പര് എന്താണ് പിന്നെ ബിസ്മിക റബ്ബി വലാഅത്ത് ജംബി റബ്ബിക അർഫു എന്ന് പറഞ്ഞ് മൂപ്പര് ഉറങ്ങാമുള്ളൊക്കെ ദിക്റുമാണ് ചൊല്ലിയിട്ട് മൂപ്പരാണ് തുടങ്ങുന്നത്. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇയാളെ തട്ടി വിളിക്കുമ്പോൾ ഇയാള് അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാന. ഇത് എല്ലാ വെള്ളിയാഴ്ചയും. അതിന് ഉദറെന്ന് പറയാൻ പറ്റൂല. നിങ്ങൾ ആലോചിച്ച് നോക്കി, മണ്ണ് കൊണ്ട് കളിക്കുക എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് മണ്ണ് കൊണ്ട് കളിച്ചാൽ ഖുത്ബ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇയാൾ ഉറങ്ങാനായിട്ട് വരിക. ഒരു മിനിറ്റ്, ഇയാള് വ്യാഴാഴ്ച ഉറങ്ങുന്നില്ലല്ലോ. ഈ 12 മണി മുതൽ 1:15 വരെ അല്ല 1 മണി വരെ വ്യാഴാഴ്ച ഉറങ്ങുന്നില്ല. അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ പിന്നെ അയാൾ ശനിയാഴ്ച ഉറങ്ങണില്ല, തിങ്കളാഴ്ച ഉറങ്ങണില്ല, ഈ ദിവസം വെള്ളിയാഴ്ച മാത്രം. അത് തൗഫീഖില്ലായ്മ. നിർബന്ധമായ ആളിരുന്ന് കേൾക്കേണ്ടതാണ്. എപ്പോഴെങ്കിലും ഉറക്കം വരുന്നതിനെ കുറിച്ചല്ല ഈ പറഞ്ഞത്. അപ്പൊ അത് ഗൗരവമാണ്. ജസ്റ്റ് ഒന്ന് വരച്ച് കളിച്ചിട്ടുണ്ടെങ്കിൽ ഖുത്ബ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇത് എത്ര ഗൗരവം. അയാൾക്ക് ഖുത്ബേ ഇല്ല, വെറുതെ അയാൾ ഒരു തടി അവിടെ ഇരിക്കണമെന്നേ ഉള്ളൂ. എന്താണ് എന്തിനാണ് ഖുത്ബ? അത് വഅദാണ്, ഉപദേശമാണ്, കേൾക്കാനുള്ളതാണ്, നിർബന്ധമാണ് അത് കേൾക്കൽ. സാധാ തസ്കിയത്ത് ക്ലാസ്സിന് വന്ന് ഇരുത്തിയതല്ലോ. അപ്പൊ അത് ഗൗരവമാണ്, അല്ലാതെ അറിയാതെ ഉറങ്ങിപ്പോയതിനെ കുറിച്ചല്ലേ പറഞ്ഞു. അപ്പോ പിന്നെ നമ്മള് ഇനി
ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ഇത് ഇവിടെ പറഞ്ഞത്? നിസ്കാരത്തിലെ വാചികമായ സുന്നത്തുകളാണ് പറഞ്ഞത്. ഇതാണ് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നോക്കൂ, ബിസ്മി ഓതൽ, ഫാത്തിഹയുടെ അവസാനത്തിൽ ആമീൻ പറയൽ, ഫാത്തിഹയ്ക്ക് ശേഷം ഖുർആനിൽ നിന്നും അല്പം പാരായണം ചെയ്യൽ. ഫാത്തിഹ ഓതിയാൽ മതി, പക്ഷെ സൂറത്തോ അല്പം ആയത്തുകളോ പാരായണം ചെയ്യൽ സുന്നത്താണ്. ഇട്ടുകൊടുക്കുക, അതേതായാലും ഇട്ടുകൊടുക്കും. പിന്നെ റുക്കൂയിലെ പ്രാർത്ഥന നമ്മൾ പറഞ്ഞു, റുക്കിനാണ്. റുക്കൂയിലെ പ്രാർത്ഥന വാജിബാണ്. പ്രാർത്ഥന ഒന്നിലധികം പ്രാവശ്യം ചൊല്ലൽ, മനസ്സിലായില്ലേ? ഒന്നിലധികം പ്രാവശ്യം സുന്നത്താണ്. ഇഅ്തിദാലിലെ പ്രാർത്ഥന അത് അധികമായി പ്രാർത്ഥിക്കൽ സുന്നത്താണ്. സുജൂദിലെ പ്രാർത്ഥന ഒന്നധികം ചെയ്യൽ, ഇടയിലിരുത്തത്തിലെ പ്രാർത്ഥന ഒന്നിലധികം ചൊല്ലൽ, തശഹുദിലെ നബിയുടെ പേരിൽ സ്വലാത്ത് ചെല്ലൽ, തുടർന്ന് പ്രാർത്ഥിക്കലും ഒക്കെ എന്താണ് ഇവിടെ. പിന്നെ നബിയുടെ പേരിൽ സ്വലാത്ത് ചെല്ലൽ എന്നുള്ളത് ഞാൻ പറഞ്ഞു, അത് ഇതില് പിന്നെ ഈ സ്ലൈഡ് തയ്യാറാക്കിയപ്പോൾ സ്വലാത്ത് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു സ്വലാത്ത് അവസാനത്തെ അത്തഹിയാത്തിൽ സ്വലാത്ത് നമ്മൾ റുക്കിനിലാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. എന്നാൽ ഒന്നാമത്തെ പിന്നെ എന്താണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇൻഷാ അല്ലാഹ് ഇത് നമുക്ക് വാട്സാപ്പിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ അവസാനിപ്പിക്കാൻ നിസ്കാരത്തിന് സമയമായി. എന്തോ 1-2 സമ്മാനങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയാം വണ്ണം പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഈ ദീനിൻ്റെ സാഹസിൽ പങ്കെടുക്കാനും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കാനൊക്കെയുള്ള ഒരു ശ്രമം നമ്മൾ നടത്തണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.